എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് വിവാഹദോഷങ്ങളെ പറ്റിയാണ്. പലവരും വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എങ്ങനെയാണ് ജാതകത്തിൽ ഒരു വിവാഹദോഷം നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്, അതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് വിവാഹദോഷത്തെ പറ്റി തന്നെയാണ്. എങ്ങനെ നമുക്ക് ഒരു ജാതകം നോക്കി, ഒരു ജാതകം വിശകലനം ചെയ്ത് അതിലത്തെ വിവാഹത്തിന്റെ ദോഷങ്ങൾ, അതിന്റെ സാധ്യതകൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പല ഇതിലും കണ്ടിട്ടുണ്ട്, 10-10 പൊരുത്തമുള്ള ജാതകത്തിൽ പോലും വിവാഹങ്ങൾ പലതും പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്, എന്താണ് അതിന്റെ സാധ്യതകൾ എന്നുള്ളത് നമുക്ക് എങ്ങനെ വരുന്നു എന്ന് കുറെ എക്സാമ്പിൾസ് വെച്ച് നോക്കാം. ഞാൻ ജാതകം മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് പോലെ സാധ്യതകൾ എങ്ങനെയൊക്കെ പൊസിഷൻസ്, ഏതൊക്കെ പൊസിഷൻസ് ആണ് ഇതിന് കൂടുതലായിട്ട് സാധ്യതകൾ തരുന്നതെന്ന് നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ജാതകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലഗ്നം എന്ന് പറയുന്നത് കർക്കിടക രാശിയിലാണ് ഇരിക്കുന്നത്. കർക്കിടക രാശിയിൽ ജനിച്ച ഒരാളുടെ ലഗ്നമാണിത് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അദ്ദേഹത്തിന്റെ 7ാം ഭാവം മകരം രാശിയായിരിക്കും. കർക്കിടകത്തിൽ ലഗ്നം വന്നാൽ 7ാം ഭാവം മകരം രാശിയായിരിക്കും. അപ്പോൾ 7ാം ഭാവവും നമ്മളൊരു ജാതകം നോക്കുമ്പോൾ 7ാം ഭാവവും, ജാതകത്തിന്റെ വിവാഹം നോക്കുന്ന സമയത്ത് 7ാം ഭാവവും 7ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹവും 7ാം ഭാവാധിപനും 7ന്റെ കാരകനായ ശുക്രനും നമ്മൾ നോക്കണം. കൂടാതെ വ്യാഴത്തിന്റെ, ഇപ്പൊ പെൺജാതക, അതായത് സ്ത്രീകളുടെ ജാതകത്തിലാണെങ്കിൽ നമ്മൾ വ്യാഴത്തെയും കൂടി നോക്കണം. സ്ത്രീ ജാതകത്തിൽ വ്യാഴത്തിനെയാണ് ഹസ്ബൻഡായി കണക്കാക്കുന്നത്. പുരുഷജാതകത്തിലാണെങ്കിൽ ശുക്രനെയാണ് കണക്കാക്കുന്നത് ഭാര്യയായിട്ട്. അപ്പോൾ സ്ത്രീ ജാതകത്തിൽ ശുക്രന് പ്രാധാന്യമുണ്ട്. ശുക്രൻ ഓവറോൾ എത്രയായാലും ശുക്രനാണ് വിവാഹത്തിന്റെ കാരകൻ. അപ്പോൾ ഇങ്ങനെയാണ് നോക്കേണ്ടത്. ചില ജാതകത്തിൽ ചൊവ്വേനെ പറ്റിയിട്ടും പറയും, പക്ഷെ ഞാനത് ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഈ ജാതകത്തിൽ നോക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും, ലഗ്നം കർക്കിടകത്തിലും 2ാം ഭാവാധിപനായ സൂര്യൻ 7ലാണ് നിൽക്കുന്നത്. 2ാം ഭാവാധിപനായ സൂര്യൻ 7ൽ നിൽക്കുകയും 7ാം ഭാവാധിപൻ 8ൽ നിൽക്കുകയും 7ാം ഭാവാധിപനായ ശനി 8ൽ നിൽക്കുന്നതും, ഇതൊക്കെ ഒരു കണക്ഷന്റെ ഇതായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം. 7ാം ഭാവാധിപൻ 8ൽ നിൽക്കുക എന്ന് പറയുന്നത്, 8 എന്ന് പറയുന്നത് മരണസ്ഥാനമാണ്. അപ്പോൾ 7ാം ഭാവാധിപനായ വിവാഹത്തിന്റെ ഭാവാധിപൻ 8ൽ നിൽക്കുകയും അത് ശനിയായി വരികയും ആയുസിന്റെ കാരകനായ ശനിയായി നിൽക്കുകയും ഈ 7ാം ഭാവാധിപനായ ശനി 8ൽ നിൽക്കുന്ന ശനിക്ക് 2ലേക്കുള്ള ദൃഷ്ടിയും, അതായത് ശനിയുടെ 7ാമത്തെ ദൃഷ്ടി 2ലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മരണകാരകനുമായ, ആയുസിന്റെ കാരകനായ 7ാം ഭാവാധിപനുമായ 8ൽ നിൽക്കുന്ന ശനിക്ക് 2ലേക്കുള്ള ദൃഷ്ടി വളരെ മോശമാണ്. 7ന്റെ 8ആണ് 2. മനസ്സിലായില്ലേ? 7ൽ നിന്നും എണ്ണിക്കഴിഞ്ഞാൽ 8ാം പൊസിഷനാണ് 2. അപ്പോൾ പാപാത്ഭാവ ചിന്താഗതിയിൽ 7ന്റെ 8ാം ഭാവം 2 വരുന്ന സമയത്ത് അതൊരു മരണസ്ഥാനവും കൂടിയാണ്. അതൊരു മോശം കണക്ഷനാണ്. അപ്പോൾ ഈ ശനിക്ക് അങ്ങോട്ട് 2ലേക്കുള്ള ദൃഷ്ടിയും, ശുക്രൻ, വിവാഹകാരകനായ ശുക്രൻ 12ാം സ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ കണക്ഷൻസ് എല്ലാം കൂടി നമുക്ക് വരുന്നത് വളരെ മോശമായ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. പോരാത്തതിന് 2ാം ഭാവാധിപനായ സൂര്യൻ 7ൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു. അതായത് ശനിയുടെ ക്ഷേത്രത്തിലിരിക്കുന്ന സൂര്യനും വളരെ മോശമാണ്. നിങ്ങൾക്ക് ഏത് ജാതകം എടുത്താലും നിങ്ങൾക്ക് പരിശോധിക്കാം. 2ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഇവിടെ 7ൽ നിൽക്കുന്നു, വിവാഹസ്ഥാനത്ത് നിൽക്കുന്നു. ഏത് ജാതകം എടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണിത്. സൂര്യൻ ശനിയുടെ ക്ഷേത്രത്തിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ, ഭാവാധിപന്റെ കൂടെ യോഗം ചെയ്യുന്നുവോ, അത് ശനിയുടെ ക്ഷേത്രത്തിലോ നക്ഷത്രമോ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സൂര്യൻ നിങ്ങൾക്ക് ആ ഭാവത്തിന്റെയും ഭാവാധിപത്യത്തിന്റെയും കാര്യങ്ങളിൽ, കാരകത്വത്തിന്റെയും കാര്യങ്ങളിൽ ഉറപ്പായിട്ടും മോശ അനുഭവങ്ങൾ വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് മോശമായി നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നിരീക്ഷിച്ച് നോക്കാവുന്നതാണ്.
അപ്പോൾ സൂര്യൻ ഇവിടെ 7-ാം ഭാവത്തിൽ മോശമായിട്ട് നിൽക്കുകയും 2-ാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്ന കുടുംബവും കൂടിയാണ്. ആ 2-ാം ഭാവാധിപത്യം എടുത്ത് സൂര്യൻ 7-ൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നതും മോശമാണ്. നോക്കുമ്പോൾ 7-ാം ഭാവാധിപൻ 8-ൽ നിൽക്കുകയും മരണസ്ഥാനത്ത് നിൽക്കുകയും ശുക്രൻ നഷ്ടസ്ഥാനത്ത് 12-ൽ പോവുകയും ചെയ്താൽ തന്നെ ഈ ജാതകം ഓവറോൾ വിവാഹത്തിന് ദോഷമാണ്. ഇനി എത്ര 10-ൽ 10 പൊരുത്തമുണ്ടെന്ന് പറഞ്ഞാലും ഈ വിവാഹ ജീവിതം നല്ല രീതിയിൽ പോവില്ല. നമുക്ക് വേറെ ഒന്ന് നോക്കാനുള്ളത് വേഴത്തിന്റെ ബലമാണ്. ഇവിടെ വേഴം ഇരിക്കുന്നത് 3-ൽ ബുധന്റെ ക്ഷേത്രത്തിൽ, ശത്രുക്ഷേത്രത്തിൽ ബുധന്റെ ക്ഷേത്രത്തിൽ വേഴം ഇരിക്കുന്നതും ശുക്രൻ നീചനാവുന്ന സ്ഥലവും കൂടിയാണ് കന്നിരാശി. അപ്പോൾ ഇവിടെ നിന്ന് വേഴത്തിന് 5-ാമത്തെ ദൃഷ്ടി 7-ാം ഭാവത്തിലേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ദൃഷ്ടി വേഴത്തിന് ഉണ്ടെങ്കിലും ബലവാനായ ഒരു വേഴത്തിന് മാത്രമേ ദൃഷ്ടി വന്നാൽ കാര്യമുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിൽ പോലും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന വേഴത്തിന് ഒരു പകുതി ദൃഷ്ടി കൊടുക്കാൻ പറ്റിയാൽ പോലും ഈ വിവാഹ ജീവിതം നല്ല രീതിയിൽ പോവില്ല. വേഴത്തിന്റെ ദൃഷ്ടി വളരെ പ്രധാനമാണ്. പല കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഫലങ്ങൾ തെറ്റിക്കുന്നതും വേഴത്തിന്റെ ദൃഷ്ടി തന്നെയാണ്. പക്ഷെ എപ്പോഴും ആയിരിക്കണം 6, 8, 12-ൽ നിൽക്കുന്ന വേഴം, നീചനായി നിൽക്കുന്ന വേഴം, മകരത്തിൽ നീചനായിരിക്കുന്ന വേഴം, ശത്രുക്ഷേത്രത്തിൽ ഇരിക്കുന്ന വേഴത്തിനൊക്കെ ഉറപ്പായും ദൃഷ്ടിയുടെ ശക്തി കുറവ് കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഫലങ്ങൾ പറയാൻ. അപ്പോൾ ഇത് ഒരു ജാതകമാണ്, ഒരു ജാതകമല്ല, ഒരു സാധ്യതയാണ് മൊത്തത്തിൽ എങ്ങനെയാണ് ഇത് വർക്കാവുന്നതെന്ന്. അപ്പോൾ 7-ാം ഭാവാധിപൻ നോക്കണം, 7-ൽ നിൽക്കുന്ന ഗ്രഹത്തെ നോക്കണം, കാരകനെ നോക്കണം. ഇത് മൂന്നും നശിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ വിവാഹ ജീവിതം നല്ല രീതിയിൽ പോവില്ല. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് ഇനി കാണിക്കാൻ പറ്റിയത്. ഇനി വരും വീഡിയോകളിൽ ഞാൻ വേറെ വേറെ എക്സാമ്പിൾസ് കാണിക്കാം. ഇതുപോലെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഇതിലും വളരെ മോശമായി ഡിവോഴ്സ് ജാതകത്തിന്റെ കണക്ഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വരുന്ന ഇതിൽ കാണിക്കാം. കല്യാണം കഴിഞ്ഞ് റിയൽ എക്സാമ്പിൾ ആയിട്ടുള്ളതും കൂടി കാണിക്കാം. കല്യാണം കഴിഞ്ഞ് ഒരു 10 ദിവസം ഒന്നിച്ച് ജീവിച്ച ആൾക്കാരുടെ ജാതകം വരെ എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത് ഇങ്ങനെ കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നിങ്ങൾക്കൊരു ജാതകം കണ്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെ മനസ്സിലാവും. നമുക്ക് വേറെ വഴിയില്ല. എല്ലാം ഒന്നും നോക്കിയൊന്നും കല്യാണം കഴിക്കാൻ ഈ കാലത്ത് പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് ജാതകം എന്ന് പറയുന്നത് തന്നെ ഒരു റൂട്ട് മാപ്പാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു റൂട്ട് മാപ്പ്. അപ്പൊ നമുക്ക് വിവാഹത്തിന്റെ വഴികളുടെ സാധ്യതകൾ തെളിയാൻ പറ്റുന്നൊരു അവസരമാണ് ജാതകം നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ. അതിലെങ്ങനെ പ്രശ്നങ്ങൾ മുന്നോട്ട് വരും, അത് അറിഞ്ഞ് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിലാണ് ഈ ജാതകത്തിനെ കൊണ്ട് ഒരു ഉപകാരം അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ജാതകമൊക്കെ കെട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ജാതകം കൂടി വെച്ച് നോക്കി ഇതിൽ എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, അത് പറ്റിയൊക്കെ നമുക്ക് മുന്നോട്ട് വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഇതിന്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക, പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാറുമോ, എല്ലാം ഒന്നും മാറില്ല, അത് വേറൊരു കാര്യം. മാറുമോ, നമുക്കുള്ള കർമ്മഫലം എങ്ങനെ അനുഭവിക്കാം, ഇതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതൊരു ഉദാഹരണമായി എടുത്ത് നിങ്ങൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജാതകം നോക്കുക, ഇങ്ങനെയൊക്കെ ഒരു കണക്ഷൻസ് വന്നിട്ടുണ്ടോ, 7-8 കണക്ഷൻ വന്നിട്ടുണ്ടോ, അതുപോലെ ശുക്രന്റെ പൊസിഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെ 2-ാം ഭാവത്തിന് ദോഷം വന്നിട്ടുണ്ടോ, ഇതെല്ലാം കൂടിയിട്ടാണ് ഒരു വിവാഹം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ വേറെ 2-3 എക്സാമ്പിൾ, ഇത് ഞാൻ ഒരു എക്സാമ്പിളേ വെക്കുന്നുള്ളൂ, 2-3 എക്സാമ്പിൾ ആയിട്ട് കുറച്ചും കൂടി ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാനിതിപ്പോൾ പെട്ടെന്ന് ആദ്യത്തെ വീഡിയോ ഒന്ന് ഷോർട്ടായിട്ട് ചെയ്യുകയാണ്. അടുത്തതിൽ നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനലിൽ. നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസുകൾ വളരെ ഉപകാരമായിരിക്കും. ഞാൻ മോസ്റ്റ്ലി ഇങ്ങനത്തെ വീഡിയോ, കാരണം എല്ലാവർക്കും ജാതകത്തെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയുന്നവർ മാത്രമേ ഇത് കാണാൻ നിൽക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. നിങ്ങൾക്ക് രാശികളും നക്ഷത്രങ്ങളും അതുപോലെ ഗ്രഹങ്ങളെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷെ കണക്ഷൻസും എങ്ങനെയാണ് ആ ജാതകം എന്നൊന്നും ഐഡിയ ഉണ്ടാവാതിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാനാണ്. പല ടോപ്പിക്കുകളും നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണൊരു ഗ്രഹ പൊസിഷൻസ് അല്ലെങ്കിൽ സാധ്യതകൾ നമുക്ക് കാണിച്ചു തരുന്നത് ജാതകത്തിൽ വിവാഹത്തിൻ ദോഷങ്ങൾ. അപ്പോൾ വരുന്ന വീഡിയോയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.